ഹലോ ഗൈസ്, നമ്മളാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ആർ യു അപ് ടു? Question and answers with Amma. പ്രോപ്പർ ക്യൂ തന്നെ ഒന്നല്ല, പക്ഷേ എന്താ വി ക്യാൻ നോ മോർ അബൌട്ട് അമ്മ. അപ്പം നമുക്ക് അമ്മയെ വിളിക്കാം. കൊഴക്കൊഴ Amma! Amma! വന്നമ്മ. Come. വീഡിയോ നമുക്ക് ഒരു കുഞ്ഞ് ക്യൂ ആൻഡ് ചെയ്യാം. വേണം. ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ ആൻസർ പറയണോ? പറയണം. ഇല്ല. അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെയ്തത് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് പണി കിട്ടിയ. അതെ. ദുബായിൽ വെച്ച് നമുക്ക് നമ്മുടെ തിരക്കായിരുന്നല്ല, ഫുഡ് വല്ലതല്ല പറ്റില്ല. അപ്പം തിരിച്ച് തരണം. ചെറിയ ഒത്തിരി കാണത്തില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലും ഫസ്റ്റ് ക്വസ്റ്റ്യങ്ങളെല്ലാം വന്നോ? ഏയ് നമ്മളങ്ങനെ ചെയ്യൂ. ഫസ്റ്റ് ക്വസ്റ്റ്യങ്ങളെല്ലാം ആണ് രണ്ടും കൂടെ കണ്ടുപിടിച്ച് നോ നോക്കാം. നോക്കാം. ഇരിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ എത്തിയിട്ടുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊന്നും മാറാതെ ചുരിദാറൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെന്താ, പക്ഷെ അമ്മ അറിഞ്ഞില്ലായിരുന്നു അമ്മയ്ക്കുള്ളൊരു പണിയായിട്ടായിരിക്കും ഞങ്ങൾ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? 10,000 രൂപയുടെ ക്വസ്റ്റ്യൻ ആണോ? 10,000 രൂപയുടെ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ 100 രൂപയുടെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഫസ്റ്റ് തരണം. പക്ഷേ എനിക്ക് അപ്പം 100 രൂപ. അങ്ങനെ പറയരുത്, അങ്ങനൊന്നും പറയരുത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അമ്മയുടെ ഫാമിലിയെ പറ്റി പറയണം. ആൻഡ് ഹൗ വാസ് യുവർ ചൈൽഡ്ഹുഡ്? എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരാണ്. പപ്പ ഉണ്ട്, അമ്മയുണ്ട്, എനിക്ക് മൂത്തൊരു ബ്രദറുണ്ട്, ഞാനാണ് ഇളയാള്. പപ്പ പട്ടാളത്തിലായിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്, ബ്രദർ എംബ്രോയിഡായിരുന്നു, ഇപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ബ്രദർ മാരീഡാണ്, ഒരു മോനുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഫാമിലിയുടെ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും നാട്ടിൽ വന്ന് സെറ്റിൽ ആവുന്നത്. അതുവരേക്കും പപ്പയുടെ കൂടെ ഞങ്ങൾ പുറത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പപ്പ പട്ടാളത്തിലായിരുന്നതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ആവുന്നതനുസരിച്ച് നമ്മളും ഇങ്ങനെ ഒരു പപ്പയുടെ കൂടെ തന്നെയായിരുന്നു. കുറേ കാലം ഞങ്ങൾ കാശ്മീരിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആൻഡമാനിലായിരുന്നു. ആൻഡമാനിൽ നിന്നാണ് ലാസ്റ്റ് നാട്ടിലോട്ട് വന്ന് ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കാശ്മീരിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ പോയി കണ്ടിന്യൂസ് സ്റ്റേ ചെയ്യാനായിട്ട് നിന്നിട്ടില്ല. പിന്നെ 6ാം ക്ലാസ് മുതൽ കംപ്ലീറ്റ് പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെയാണ്. കടമ്പനാട് സ്കൂളിലാണ് പഠിച്ചത്, സ്കൂളിംഗ് എല്ലാം. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി അല്ലായിരുന്നു, +2 ആയിരുന്നു. അത് പരുത്തപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, അടൂർ വടക്കെടുത്ത എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്കൂളുണ്ടായിരുന്നത്. അവിടെയാണ് +2 കോമേഴ്സ് ആയിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ BCom പഠിച്ചത് അടൂരൊക്കെ ഉള്ള എല്ലാവർക്കും അറിയായിരിക്കും, റോയ് സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത്, BComന് പഠിച്ചത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയാനായിട്ടുള്ളത്. ഇനി എന്താ, പിന്നെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ശരിക്കും ഭയങ്കര തനി നാടൻ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഗ്രാമീണമായ സ്ഥലത്താണ് ഞങ്ങളുടെ വീടൊക്കെ ഉണ്ടായിരുന്നത്. സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് ബസ്സൊക്കെ കിട്ടുന്നത്. അത്രയും ഗ്രാമപ്രദേശത്തിലായിരുന്നു ഞാൻ. പിന്നെ ഈ പപ്പയുടെ സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് സെറ്റിലായി താമസിച്ചിട്ടുണ്ട്. ഈവൻ എൻ്റെ ഒരു കൊച്ചിലേക്ക് കറണ്ട് പോലും ഇല്ലാത്തൊരു കാലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കും അതൊക്കെ പറയാനൊക്കെ പറ്റും. കറണ്ടൊന്നും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. വിളക്കൊക്കെ കത്തിച്ച് ചിമ്മിനിയൊക്കെ വെച്ച് പഠിച്ചെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ അത്രയ്ക്ക് പഠിത്തക്കാരൊന്നും ആയിരുന്നു കേട്ടോ. പിന്നെന്താ, ഇതൊക്കെയാണ് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്നൊക്കെ പറയുന്നത്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ?
സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ നീ ചോദിക്കും. ഓക്കെ. എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചത്? പിന്നെ ഞങ്ങളെ എത്ര വയസ്സിലാണ് കൊണ്ടായത്? അതൊന്ന് പറഞ്ഞ് കൊടുക്കാമോ? എനിക്ക് ഇവർ രണ്ടുപേരും ക്വസ്റ്റ്യനൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും മറുപടി എന്ത് പറയണമെന്ന് തന്നെ എനിക്കും കൺഫ്യൂഷനായിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കോമേഴ്സ്, ബാച്ചിലർ ഓഫ് കോമേഴ്സ് വരെയാണ് ഞാൻ പഠിച്ചത്. അവിടെ വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പിന്നെ കൊമ്മിന് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പോയില്ല. പിന്നെ ഞാൻ 2 വട്ടം ഞാൻ MBA ട്രൈ ചെയ്തിരുന്നു. അപ്പോഴും കുറേ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BCom ആണ്. അപ്പം BCom കഴിഞ്ഞ ഉടനെ തന്നെ ആയിരുന്നു എൻ്റെ കല്യാണം. 2005 കല്യാണം. 2006 പ്രഗ്നൻ്റ് ആവുന്നതും. 2007 ഗ്രേറ്റ് അവന്തിക ജാനുവരി 16 ജനിക്കുന്നത്. പിന്നെ അതിനുശേഷം 2011 ഫെബ്രുവരി 26 കുഞ്ഞിപ്പെണ്ണ് ദച്ചു ദി ഗ്രേറ്റ് ഇതാണ് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണാവോ ഈശ്വര. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ ലൈഫിൽ വന്നതിന് ശേഷം മാറിയ കുറേ കാര്യങ്ങൾ, അതായത് ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ, അമ്മയുടെ ക്യാരക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ലൈഫിലാണെങ്കിലും മൊത്തത്തിൽ ചേഞ്ച് ആയത് എന്തൊക്കെയാണ്? മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ലൈറ്റ് കത്ത്. ഇതിനിപ്പം ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? കാരണം ഞാൻ കോളേജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലൈഫിലേക്ക് എന്നെ ഒരു പറിച്ചു നടലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ PG ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്താണ് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ലൈഫിലേക്ക് സെറ്റിലാവുന്നത്. അപ്പം അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റേതായ കുറേ ബേർഡൻസും ഒരു എന്താ പറയുന്നത്, ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ഒരു കംപ്ലീറ്റ് ഫാമിലി, 2 ഫാമിലിയുടെ കംപ്ലീറ്റ് ഇത് വന്നതിൻ്റെ കയറുകയല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ 2007 അവന്തിക വരുന്നത്. അവന്തിക വരുമ്പോഴും എന്താ പറയണേ, ശരിക്കും എനിക്ക് ഇപ്പം എങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അതൊക്കെ ഒരു 18 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അപ്പോഴത്തെ ഫീലിംഗ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്കതിന് പറയാൻ ശരിക്കും പറഞ്ഞാൽ പറ്റുന്നില്ല. ഇപ്പം എന്തായാലും അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ദച്ചു വന്നതിന് ശേഷമാണ് ലൈഫിൽ ആദ്യമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങിയത്. അതൊരു ഇതായിരുന്നു ലൈഫിൽ. പിന്നെന്താ, എനിക്ക് അങ്ങനത്തെ ഒരു ചോദ്യത്തിനോട് എനിക്കിപ്പോൾ എന്തുത്തരം പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമുണ്ട്. അന്നത്തെ ഒരു ചിന്താഗതിയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു? യെസ്, ഡെലിവറി ടൈമിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നോ അമ്മയ്ക്ക്? ഉണ്ടായിരുന്നോ? ഡെലിവറി ടൈമിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ദച്ചുൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അവന്തികയുടെ ടൈമിൽ നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 7 മാസത്തോളം കംപ്ലീറ്റ്ലി ബെഡിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈവൻ നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. നല്ല കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 7 മാസം ആ ഒരു കിടന്നപ്പോൾ മനസ്സിലായി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വട്ടം പോലും കിടക്കേണ്ടി വരല്ലേ എന്നുള്ളത്. അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ പിന്നെ ഒരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നോർമലി തന്നെയായിരുന്നു ഡെലിവറിയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇനി അടുത്ത് എന്താണാവോ എനിക്ക് വെച്ചിരിക്കുന്നത്? ഇവരെന്നെ കാണിക്കത്തില്ല കേട്ടോ ക്വസ്റ്റ്യൻ. ഒരു ചേച്ചി അനിയത്തിയും കൂടെ എന്തൊക്കെയോ എഴുതി കൂട്ടി വെച്ചിരിക്കുക നോട്ടാക്കിയിട്ട്. അമ്മ ഏത് ഇയറാണ് ഫസ്റ്റ് ജോലിക്ക് പോയി തുടങ്ങിയത്? ആൻഡ് എന്ത് ജോലിക്കായിരുന്നു പോയത്?
ഞാൻ അങ്ങനെയൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ശരിക്കും എനിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമേ ഇല്ലാത്ത ഒരാളായിരുന്നു. എന്താണ് കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എയിമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിച്ചെനിക്കൊരു ജോലി വാങ്ങിക്കണം എന്നും അല്ലെങ്കിൽ പഠിച്ചത് ഇന്നതാവണം എന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു എയിമും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ മൂത്ത മകളുടെ അതേ ഫീലിംഗ് തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. അയ്യാ മുഖത്ത് പുഞ്ചിരി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. 2006 ഞാൻ ഫസ്റ്റ് ആയിട്ട് ജോലിക്ക് പോകുന്നത്. അതൊരു HDFC ബാങ്കിലായിരുന്നു. അത് മാടനട എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു, കൊല്ലത്ത്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോലിയും ജോലിക്ക് കയറിയ വർഷവും. എവിടായിരുന്നു ഫസ്റ്റ് ജോലി? എവിടായിരുന്നു ഞാനിപ്പോൾ മറുപടി പറയുന്നത്. ഫസ്റ്റ്? ഓ ഓക്കെ ഓക്കെ. അമ്മ എവിടെയൊക്കെ അമ്മ ജോലി ചെയ്തിട്ടുണ്ട്? ഫുൾ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ആൻഡ് ഫസ്റ്റ് സാലറി എത്രയായിരുന്നു? ഫസ്റ്റ് സാലറി ആണാണാണ് പറഞ്ഞ പറ്റേ അമ്മ പറഞ്ഞേണം. പറഞ്ഞിരിക്കും. ഫസ്റ്റ് ജോലി ഞാൻ പറഞ്ഞില്ലേ HDFC ബാങ്കിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സാലറി ആയിട്ട് കിട്ടുന്നത് 2000 റുപ്പീസായിരുന്നു. ഇപ്പം 2000 എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഒരു ഇതാകുമായിരിക്കും. പക്ഷെ അന്ന് 2000 ഒരു വലിയ എമൗണ്ടായിരുന്നു. 2000 റുപ്പീസാണ് എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് HDFCയിലെ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് അവന്തികയിലെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതും. പിന്നെ കുറച്ച് നാൾ കംപ്ലീറ്റ്ലി വീട്ടിലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനൊരു എഡ്യൂക്കേഷണൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ജോലിയിലായിരുന്നു. അത് ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലത്താണ്. SIIT എന്ന് പറയും. എൻ്റെ ഹെഡ് ഓഫീസ് തലയോലപ്പറമ്പിലാണ്. അവിടുത്തെ അഡ്മിൻ വർക്കായിട്ടായിരുന്നു കുറേ നാൾ, 1-2 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഞാൻ ബാങ്കിങ് ഫീൽഡിലോട്ടങ്ങ് മാറുമായിരുന്നു. മുത്തൂറ്റിൽ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെമ്മണ്ണൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ നാൾ. പിന്നെ ലാസ്റ്റ് ഞാൻ ഇറങ്ങുന്നത് HDB എന്ന് പറയുന്നൊരു ഹോം ലോണ്, പേഴ്സണൽ ലോണ് അങ്ങനെയൊക്കെയുള്ള HDFCയുടെ തന്നെ സബ്ബായിട്ടുള്ളൊരു HDB എന്ന് പറഞ്ഞൊരു ബാങ്കിലായിരുന്നു നാട്ടിൽ ഫൈനലായിട്ട് ഞാൻ ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ ജോലിയൊന്നും ചെയ്തിട്ടില്ല. അമ്മ ഖത്തറിൽ ഏത് ഇയറാണ് വന്നത്? ആൻഡ് ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെ ജോലി കിട്ടി? അത് പാടായിരിക്കും. ശരിക്കും ഖത്തറിൽ ജോലി കിട്ടുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി കിട്ടിയിട്ടല്ല ഖത്തറിലേക്ക് വരുന്നത്. ഖത്തറിൽ ഞാൻ 2017 ഡിസംബറിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഡിസംബറിൽ വരുമ്പം ജോലിയൊന്നുമില്ല. അന്ന് ഞാൻ വരുന്ന സമയത്ത് ശരിക്കും ഇവിടെ ഓൺ അറൈവൽ എന്ന് പറയുന്നൊരു വിസ ഉണ്ടായിരുന്നു. അങ്ങനെ വിസയൊന്നും എടുത്ത് വരണ്ട, ഫ്ലൈറ്റിൽ കയറുക, ഇവിടെ വരിക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു മാസം എനിക്ക് തോന്നുന്നു 1 2 ആണെന്നോ എന്ന് ഓർക്കുന്നില്ല. ഞാനെന്തായാലും 1 മാസത്തേക്കായിരുന്നു വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നിട്ട് ജോലി കണ്ടുപിടിച്ചത്. ജോലിക്ക് വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്തൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഒക്കെ എനിക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ റിജക്റ്റ് ചെയ്ത് കളയുകയായിരുന്നു. പിന്നെ അവസാനം എനിക്ക് തോന്നുന്നു ഏതോ ഒരു ജോബിൻ്റെ സൈറ്റിനകത്തു നിന്ന് അതായത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് ജോലി തന്ന കമ്പനിയുടെ പരസ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ കണ്ട നമ്പറിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പിന്നെ അവരെനിക്ക് ഇൻ്റർവ്യൂ എല്ലാം എടുത്തിട്ട് എന്നോട് പറഞ്ഞ നാട്ടിൽ പൊക്കോ, വിസ അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഞാനങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. അവർ ഓഫറും കാര്യങ്ങളെല്ലാം തന്ന് ഞാൻ നാട്ടിൽ പോയിട്ട് അവർ വിസയെല്ലാം അയച്ചു തന്നപ്പം ഞാൻ തിരിച്ച് കയറി വന്നതാണ്. 2018 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഖത്തറിൽ ജോലിക്കായിട്ട് വരുന്നത്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ജോലിയായിട്ടല്ല ഞാനിവിടെ വന്നത്, ഇവിടെ വന്ന് കണ്ടുപിടിച്ചത്.
ഈ ജോലി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഹെൽപ്പ് കാരണമാണോ അത് കിട്ടിയത്, ഈ ജോലിയൊക്കെ ഖത്തറിൽ? ഇല്ല, ജോലി അന്വേഷിച്ച് ഞാനിവിടെ വരുന്ന സമയത്ത് കുറേ സ്ഥലത്തൊക്കെ കൂടുതലും ഞാനിങ്ങനെ നെറ്റിനകത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാരിയറ്റ് ഹോട്ടലിൽ അവിടുത്തെ ഓഫീസിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ റിജക്റ്റ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കമ്പനിയുടെ പേരൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ കമ്പനിയിലും അതേപോലെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് എന്നെ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയ ഇൻ്റർവ്യൂസിനെല്ലാം എനിക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു പരസ്യം കണ്ട് അവിടെ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്ത് എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം എന്നും പറഞ്ഞാൽ മതി. അവർക്ക് എനിക്കൊരു വിസ തരാൻ തോന്നി, അങ്ങനെ വിസ തന്ന് അങ്ങനെ കയറി വന്നതാണ്. അല്ലാതെ അങ്ങനെ ഒരു എന്തുവാ പറയണേ, ആരെങ്കിലും ജോലി കണ്ടുപിടിച്ച് വെച്ചിട്ടോ അങ്ങനെയൊന്നും ഞാൻ വന്നതൊന്നും അല്ല. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു ജോലി തന്നെയാണ്. ഇവിടെ ഖത്തറിൽ ഫസ്റ്റ് ജോലി കിട്ടിയിട്ട് അമ്മ സാലറി കിട്ടിയിട്ട് മേടിച്ചൊരു സാധനം. അത് ഞാൻ ഏത് കണ്ണും പൂട്ടി വേണമെങ്കിലും ഉറക്കത്തിൽ ഞാൻ പറയും. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെക്ക് സ്വർണ്ണക്കൊലുസ് മേടിച്ച് തരുന്നത്. അപ്പം അത് പൊട്ടിപ്പോയി. കുറേ വർഷങ്ങളത് യൂസ് ചെയ്തതിന് ശേഷം അത് പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിപ്പോയപ്പം പിന്നെ കുറച്ച് നാൾ അങ്ങനെ അത് കെട്ടിയിട്ടുണ്ടൊക്കെ നടന്നു. പിന്നെ അതിന് ശേഷം ഇവിടെ വന്ന് ജോലി കിട്ടി. ഫസ്റ്റ് സാലറി കിട്ടിയപ്പം ഞാൻ ആദ്യം പോയി ആ പൈസ കൊടുത്തിട്ട് എൻ്റെ കൊലുസ്, ആ 19 വയസ്സ് മുതൽ ഇട്ടുകൊണ്ട് നടന്ന ആ കൊലുസ് കൊടുത്തിട്ട് പുതിയ കൊലുസ് ഞാൻ വാങ്ങിച്ച്. ആദ്യത്തെ സാലറി അതാണ് ഞാൻ ചെയ്തത്. എന്തോ രണ്ടും കൂടെ ഏതാണ്ടിരുന്ന് പറയുന്നത്, അടുത്ത എന്നൊക്കെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക എന്നാ തോന്നുന്നത്. അമ്മ നാട്ടിൽ നിന്നപ്പം ഓരോരോ സാധനങ്ങൾ മേടിക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഇവിടെ വന്നിട്ട് മേടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തിങ്സിനോടൊരു ക്രേസിനെന്ന് പറഞ്ഞാൽ വാച്ചിനോടുണ്ടായിരുന്നു, പിന്നെ കമ്മലിനോടുണ്ടായിരുന്നു, ബാഗിനോടുണ്ടായിരുന്നു. കമ്മൽ മേടിച്ചാൽ ഇപ്പോൾ ഞാൻ നിർത്തി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്കിഷ്ടപ്പെടുന്ന കമ്മലൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ കമ്മൽ മേടിക്കലൊക്കെ ഇപ്പോഴും നാട്ടിൽ പോകുമ്പോൾ തന്നെയാണ്. പക്ഷെ ഞാൻ വാച്ച് ഇഷ്ടംപോലെ വാങ്ങിച്ചു. അതേപോലെ തന്നെ ബാഗും ഒരുപാട് വാങ്ങിച്ചു. എൻ്റെ ഒരു കബോർഡ് നിറച്ചും ബാഗും ഒരുപാട് വാച്ചുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിച്ച കുറച്ച്, എനിക്ക് ഈ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ണും പൂട്ടി അങ്ങനെ കാശ് കൊടുക്കുന്നത്. ബാക്കി അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ നോക്കാതെയും കാണാതെയൊന്നും ഞാൻ പൈസ എടുത്ത് ചിലവാക്കാറില്ല. അമ്മയ്ക്കൊരു ഫൺ ക്വസ്റ്റ്യൻ കേൾക്കണം അമ്മ. അമ്മയ്ക്ക് സൈക്കിൾ ഓട്ടിക്കാൻ അറിയാം. അമ്മയ്ക്ക് ഡ്രൈവിംഗ് പഠിക്കണം, ലൈസൻസ് എടുക്കണം എന്നൊക്കെ തോന്നിയത് എപ്പോഴാണ്? ഫൺ ക്വസ്റ്റ്യൻ ആദ്യമേ ഉത്തരം പറയാം, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല. പിന്നെ ലൈസൻസ് എടുക്കാൻ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്തിക ചെറുതായിരുന്ന സമയത്ത് പിന്നെ ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പം ഓട്ടോറിക്ഷയിലാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 മാസം, 7 മാസം കഴിഞ്ഞപ്പം തന്നെ ഇവിടെ ഡേ കെയറിലാക്കിയിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ട് ഇവളെ കൊണ്ടുവന്ന് ഡേ കെയറിലാക്കണം. പിന്നെ വൈകിട്ട് വരുമ്പം ഞാനിങ്ങനെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഡേ കെയറിൽ നിന്ന് എടുത്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വരണം. ഇതൊരിക്കൽ എൻ്റെ പപ്പ കണ്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത് ലൈസൻസ് എടുക്കാനായിട്ട്. അങ്ങനെയാണ് ലൈസൻസ് എടുക്കാൻ തോന്നിയത്. എനിക്ക് തോന്നുന്നു 2010-ലാണത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അല്ലാതെ എനിക്കൊരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ല. അങ്ങനെ എൻ്റെ പപ്പ പറഞ്ഞിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ തോന്നിയതും പഠിക്കാൻ പോയതും. പക്ഷേ ഇപ്പം അവന്തിക അതേ സ്കൂളിൽ, ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര നിർബന്ധമായിരുന്നു ഇവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പോൾ അവന്തികയ്ക്ക് 18 വയസ്സായപ്പോൾ തന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനായിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേണേഴ്സ്
ലേണേഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റോഡ് ടെസ്റ്റിങ്ങിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പറയാനുള്ളത്. അമ്മയുടെ ഫസ്റ്റ് വണ്ടി ഏതാ? അതോ അത് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണോ അതോ അമ്മ സ്വന്തമായിട്ട് എടുത്തതാണോ? ഫസ്റ്റ് വണ്ടി ഹീറോ ഹോണ്ട പ്ലഷർ എന്ന് പറയുന്ന സ്കൂട്ടറായിരുന്നു. ആ വണ്ടി ഇപ്പോഴും ഉണ്ട്. അത് പപ്പ വാങ്ങിച്ചു തന്ന വണ്ടിയായിരുന്നു, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച വണ്ടിയല്ല. എൻ്റെ ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് പപ്പ എന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ എനിക്ക് സ്കൂട്ടറും എടുത്തു തന്നു. അതെൻ്റെ ഒരു പ്രിയപ്പെട്ട വണ്ടിയായിരുന്നു കുറേ വർഷം വരെ. പക്ഷേ എനിക്കിപ്പം ഭയങ്കര പേടി കേട്ടോ അതിനകത്ത് പോകാൻ. ഇവിടെ ഇങ്ങനെ വൺ സൈഡ് മാത്രം ഡ്രൈവ് ചെയ്തും ഒക്കെ ശീലമായതുകൊണ്ട് എനിക്കിപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയാണ്. ഇപ്പം ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പം ഇവർ രണ്ടുപേരാണ് അത് ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്. അമ്മ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിച്ചായിരുന്നല്ലോ, അപ്പം അത് ഏത് വണ്ടിയാണ്? അതെ, ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി 2016 വാങ്ങിച്ച്. അത് ഹുണ്ടായിയുടെ ഇയോൺ കാറായിരുന്നു. അത് കുറേ കുറേ ഇൻസൾട്ടുകളുടെ ഭാഗമായിട്ട് എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നിയൊരു വണ്ടിയായിരുന്നു അത്. കുറേ ഇൻസൾട്ടുകളും പിന്നെ എല്ലാ കോമൺ മലയാളികൾക്കുള്ള അതേപോലെ തന്നെ വണ്ടി എടുക്കുമ്പം ഓരോരുത്തരുടെ മുഖം കാണണം, അല്ലെങ്കിൽ വണ്ടി ചോദിക്കുമ്പം ഒരു കാച്ചിരി കുച്ചിരി വർത്തമാനം കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കാനും അത് കാണാനും കണ്ടിട്ടും ഉള്ളതുകൊണ്ട് തന്നെ മനസ്സിലെനിക്ക് ഒരാഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായൊരു വണ്ടി വാങ്ങിക്കണമെന്ന്. അങ്ങനെ 2016 ഓഗസ്റ്റ് 30 വണ്ടി വാങ്ങിക്കുന്നത്. ഇപ്പോഴും ആ വണ്ടി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാവരും അത് കൊടുക്കാൻ എന്നോട് പറയാറുണ്ട്, പക്ഷേ ഞാനത് ആർക്കും കൊടുക്കാറുമില്ല. ഞാനിനി കൊടുക്കാനത് ഉദ്ദേശിക്കുന്നതുമില്ല. കാരണം അത് ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിലുണ്ടാക്കിയൊരു വണ്ടിയാണ്. എനിക്കതൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആൻഡ് ഇപ്പം എല്ലാവർക്കും ലൈഫിൽ ഒരാൾ കാണും, നമ്മളെല്ലാം പറയുന്ന ഒരാൾ കാണും. മേ ബി അതൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, പാർട്ട്ണറായിരിക്കും, ആരാണെങ്കിലും ആയിരിക്കും. സോ അമ്മയ്ക്ക് അതാരാണ്? ലൈക്ക് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? എനിക്കങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. എല്ലാം തുറന്ന് പറയാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. എല്ലാം തുറന്ന് പറയുന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചില സാഹചര്യങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പം എനിക്ക് നിലവിൽ അങ്ങനെ ആരും ഫ്രണ്ടായിട്ടൊന്നുമില്ല, അങ്ങനെ ക്ലോസ് ഫ്രണ്ടായിട്ട്. പിന്നെയും ഇപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അവന്തികയോട് തന്നെയാണ്. വെച്ച് കുറച്ച് കുഞ്ഞായതുകൊണ്ടും പിന്നെ അവളോട് ഞാൻ പറയുന്ന കാര്യം പിന്നെ അവൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ ഞാൻ പിന്നെയും തർജ്ജമയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ പറയും, അല്ലാതെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അവന്തികയോടാണ്. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന്തികയാണ്. അവന്തിക തിരിച്ച് അവന്തികയ്ക്ക് എങ്ങനെ തോന്നുന്നു? ഞാൻ അങ്ങനെയെല്ലാം പറയാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് അങ്ങനൊരിത്? അമ്മ എല്ലാം പറയാറുണ്ട്. അമ്മ ഇങ്ങനെ ഡെയിലി വിളിച്ച് എല്ലാം പറയും. ഇന്ന നടന്ന് അവിടെ ഇത് നടന്ന് എല്ലാം. ഞങ്ങൾ ഗോസിപ്പ് പാർട്ട്നേഴ്സാണ് ആക്ച്വലി. ഞങ്ങൾ ഭയങ്കര ഗോസിപ്പ് പാർട്ട്നേഴ്സാണ്. ഇങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടും ഗോസിപ്പ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് വി ആർ ദ പരദൂഷണം ഗ്യാങ്. പക്ഷേ ഞാൻ വേറെ ആരോടും പോയി ഒന്നും അങ്ങനെ പറയാറില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഓക്കെ, പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അമ്മയുടെ ലൈഫിലെ ഒരു പ്രഷ്യസ് മൊമെൻ്റ് ഏതാണ്? ആൻഡ് അത് കണക്ക് തന്നെ ഭയങ്കര സങ്കടമുള്ളൊരു മൊമെൻ്റ് ഏതാണ്? പ്രഷ്യസ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ വീട് ആദ്യമായിട്ട് കണ്ട ഒരു നിമിഷം. അതെനിക്കൊരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളും ഓരോരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് വെക്കണം എന്നുള്ളത്. അപ്പം ആ വീട് കുറ്റിയടിച്ചിട്ടാണ് ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം
പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേനും പിന്നെ ഇവിടെ ഒരു 2-3 വർഷം സ്ട്രക്കായിപ്പോയി. നാട്ടിലോട്ടൊന്നും പോകാനും പറ്റിയില്ല. പിന്നെ പോകാൻ പറ്റാറായപ്പോഴത്തേനും പിന്നെ വീടെല്ലാം കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട് കാണുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു. അതെ, വീടിൻ്റെ പാല് കാച്ചൊക്കെ സമയമായപ്പോഴത്തേനാണ് ഞാൻ നാട്ടിൽ വരുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ വീട് കാണാൻ പോകുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മൊമെൻ്റ് ശരി, ദിച്ചു ഉണ്ടായിരുന്നില്ല, ഞാനും അവന്തിയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് വീട് കണ്ടൊരു മൊമെൻറ്റ് അതെനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. കാര്യം അത്രയും ഹാർഡ് വർക്ക് അതിനകത്ത് എനിക്ക് ഉണ്ട്. പിന്നെ എന്താണ് സങ്കടം ഉണ്ടാക്കിയ മൊമെൻ്റ് എന്ന് പറയുന്നാൽ സങ്കടം ഉണ്ടാക്കിയ മൊമെൻ്റ് ഒരുപാടുണ്ട്. എന്നാലും ചില ഹാർഡ് സിറ്റുവേഷൻസിൽ എന്തിനു പറഞ്ഞാൽ ചില ഹാർഡ് സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടവർ പോലും നമ്മുടെ കൂടെ നിൽക്കാതെ മാറി നിന്നത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഇപ്പം പക്ഷെ എല്ലാവരും ഉണ്ട്, അങ്ങനെയല്ല. നമുക്കൊരു നിന്ന് വീണ് പോയൊരു സമയം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മോശ സമയം, അന്നേരം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവരും നമ്മളെ താങ്ങി നിർത്തേണ്ട ആൾക്കാരെല്ലാം മാറി നിന്നേത്. കുറ്റങ്ങൾ പറഞ്ഞിട്ടായാലും അല്ലെങ്കിൽ എന്താ പറയണേ, എന്താ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. വേറെ എന്തോ ഗൂഢാലോചന നടത്തുക. അമ്മ പറഞ്ഞായിരുന്നല്ലോ, അമ്മ 21 years ആയപ്പോഴായിരുന്നു കല്യാണം കഴിച്ചതെന്നുള്ളത്. അപ്പം ആ ഒരു ടൈമിൽ അമ്മയ്ക്ക് കുക്കിംഗ് ഒക്കെ അറിയാമായിരുന്നു. അവളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് തിരിച്ച് എന്നോട് പറയല, അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലോ വരുമ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഈ കള്ളി. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. കാര്യം ഡിഗ്രി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിച്ചു. അപ്പം എനിക്ക് കുക്കിങ്ങോ അങ്ങനെ ഇതൊന്നും പഠിക്കാനൊന്നും ഒരു സമയം കിട്ടിയില്ല. കാര്യം നമുക്കറിയാമല്ലോ, +2 പഠിക്കുമ്പോൾ ഫുള്ള് ട്യൂഷൻ കാണും, പിന്നെ സ്കൂളിൽ പോകണം. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ. പിന്നെ അതുകൊണ്ട് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതൊക്കെ ഞാൻ കൊല്ലത്തെത്തിയിട്ടാണ് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചത്. എനിക്കറിയത്തില്ലായിരുന്നു. അമ്മയുടെ ലൈഫിൽ അമ്മേനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരായാലും മതി. അങ്ങനെ ലൈഫിൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനകത്താണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത അങ്ങനെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ആരും എനിക്കില്ല. കാര്യം എൻ്റെ തന്നെ സിറ്റുവേഷൻസാണ് ഞാൻ പലതിലും അതിനെ മുന്നോട്ട് ഓവർകം ചെയ്ത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചത്. അല്ലാതെ അങ്ങനെ എന്നെ ഒരാളെ കണ്ടുകൊണ്ട് ഇന്ന മാതിരി ആവണം അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾക്കകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയുണ്ട്. അത് ഇനിയിപ്പം എവിടെയായാലും ഞാൻ അത് പറയുക തന്നെ ചെയ്യും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഒരു ഫാമിലി ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അതിനകത്ത് എനിക്ക് ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മായിയമ്മയാണ്. കാര്യം അവർക്ക് ചിരി വരുന്നു. കാര്യം ഞാൻ പണ്ട് തുണിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ അമ്മ തുണിയൊക്കെ പറക്കി കട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഞാനതങ്ങോട്ട് നീക്കി വെച്ചിട്ട് അവിടെ സൈഡിൽ കിടന്ന് ഉറങ്ങുകയും, അവന്തികയ്ക്ക് ചിരി വരുന്നു കേട്ടോ. ഇതൊക്കെ അവന്തിക ചെയ്യുന്ന കാര്യമായുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവന്തിക ഇപ്പോൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ തെച്ചു എന്ത് ചെയ്താലും ഞാൻ ഒന്നും പറയാറില്ല. കാരണം ഈ ഒരു ഏജിൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഈവൻ തുണിയൊക്കെ കഴുകാൻ അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയൊന്നും കഴുകത്തില്ല. അപ്പം തുണിയൊക്കെ അമ്മ ഒരു ചാക്കിനകത്തവിടെ കെട്ടി വയ്ക്കും, എന്നാലും ഞാനത് കഴുകത്തില്ല. അവസാനം അമ്മ തന്നെ കഴുകി തരും. അപ്പം അങ്ങനെയൊക്കെ ഒരു ലൈഫിനോട് ഒട്ടും സീരിയസ് ഇല്ലാതെ ജീവിച്ച് വളർന്നു വന്നൊരാളായിരുന്നു ഞാൻ. പക്ഷേ അവിടുത്തെ അമ്മയുടെ ഓരോ ശീലങ്ങളൊക്കെ കണ്ട് അതെൻ്റെ ലൈഫിൽ ഞാനും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കും കുറേ കാര്യങ്ങളിലൊക്കെ
അതേ ശീലങ്ങളാണ്. പ്രത്യേകിച്ച് ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. പിന്നെ അവർക്ക് നല്ല ഫുഡ് കൊടുക്കണം. പിന്നെ എന്താ അവർ വരുന്നതിന് മുമ്പേ ഫുഡെല്ലാം ഉണ്ടാക്കി കിച്ചണിൽ നിന്ന് മാറണം. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് എല്ലാ ആഴ്ചയിലും പെരയൊക്കെ തൂത്ത് തുടയ്ക്കണം. ബാത്റൂമൊക്കെ ഉള്ളതെല്ലാം കഴുകി ഇടണം. പിന്നെ ചവിട്ടിയൊക്കെ നീറ്റായിട്ട് കിടക്കണം. അതൊക്കെ അവിടുത്തെ അമ്മയുടെ ഒരു ശീലമാണ്. പിന്നെ അതേപോലെ ഒരു 7:30-8 മണിയാകുമ്പോഴത്തേന് കാപ്പി ആവണം. ഉച്ചയ്ക്കൊരു 1 മണിക്ക് മുമ്പേ ലഞ്ചാവണം. പിന്നെ വൈകിട്ടൊരു 7:30-8 മണിക്കകത്ത് കഴിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അടുത്ത അമ്മ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ അതുപോലെ തന്നെ എന്താ കോപ്പി അടിച്ചു എന്ന് പറയാം. കോപ്പി അടിച്ചത്. പക്ഷെ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. ഇവർ പക്ഷെ അത് കണ്ട് വളർന്നെങ്കിലും ഇവർക്ക് അത്ര അങ്ങോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രായം വെച്ചിട്ട് അതിനൊന്നും പറയാറില്ല. കാര്യം ഈ ഒരു പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിള്ളേരെല്ലാവരും. പിന്നെ ലൈഫിലോട്ടൊക്കെ വരുമ്പോഴാണ് അതിനകത്തൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും ഞാൻ തന്നെ അങ്ങ് പോയി ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അല്ലേ എന്തികെ? അല്ലേ നിച്ചു? ഞാൻ ചാടിക്കാറുണ്ടോ? വഴക്ക് പറയാറുണ്ടോ? ഞാൻ തന്നെ അവർക്ക് തുണി കഴുകി കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും. ഈവൻ എൻ്റെ അടുത്തോട്ട് വന്നാൽ വാരി പോലും കഴിക്കത്തില്ല രണ്ടുപേരും. ഞാൻ വാരി കൊടുക്കണം. ഞാൻ വാരി കൊടുക്കാൻ റെഡിയാണ്, അത് വേറെ കാര്യം. ഇതാണ് എന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ആ ഒരു പേഴ്സണാണ്. പിന്നെ വേറെ എന്താണ്? പിന്നെ അങ്ങനെ വേറെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത അങ്ങനെ കണ്ടുപഠിക്കാനോ അല്ലെങ്കിൽ കണ്ടുപഠിച്ചതോ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ആരുമില്ല. ചോദിക്കും. യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാനുള്ള ഇപ്പോഴത്തെ എന്നെ പോലെ? യെസ്, ജെൻസി ആൽഫ. എനിക്കിപ്പോഴത്തെ ജെൻസിയോട് ഫസ്റ്റ് പറയാനുള്ളത്, ഒരുപാട് പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ വെറും പഠിക്കുന്ന ബുജികളായിട്ട് മാറാതെ റിയാലിറ്റിയിലോട്ട് കുറച്ചും കൂടെ ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ റിയാലിറ്റിയിലോട്ട് കുറച്ചും കൂടെ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ലൈഫിലുണ്ടായി കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടി ഉണ്ടാക്കി നിങ്ങൾ എടുക്കണം. അല്ലാതെ എങ്ങനെ പഠിച്ച് പോകുന്നതിനകത്തോട് എനിക്ക് വലിയ ഇതായിട്ട് തോന്നില്ല. കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യണം. സെയിം ടൈം നമുക്ക് നമ്മുടെ ലൈഫിലൊരു എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് എനിക്ക് ജെൻസി എന്നോട് പറയാനുള്ളത്. പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ പഠിത്തവും സർട്ടിഫിക്കറ്റും പ്ലസ് ഇപ്പോഴത്തെ ഒരു എന്താണ് ജനറേഷൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നത് കുറച്ച് സ്മാർട്ടായിട്ടും യങ്ങായിട്ടും കാര്യങ്ങൾ ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ലതായിരിക്കും. എവിടെ ചെന്നാലും കുറച്ച് സ്മാർട്ടായിട്ട് നിൽക്കുക. ക്വാളിഫിക്കേഷൻ പ്ലസ് ഒരു സ്മാർട്ട്നെസ്സും കൂടിയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നോക്കുന്നത്. അല്ലാതെ ഒരു ക്വാളിഫിക്കേഷൻ പേപ്പർ മാത്രം നോക്കത്തില്ല. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ജെൻസിമാരോട്. അമ്മയ്ക്ക് ഇനി ലൈഫിൽ ചെയ്യാൻ ആഗ്രഹം ഉള്ളത് എന്താണ്? അല്ലെങ്കിൽ അമ്മ ഇനി അങ്ങോട്ട് വാട്ട് ഡു യു തിങ്ക്, വാട്ട് ഡു യു വോണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വരെയും എൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്നതൊക്കെ എനിക്ക് ബോണസായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കുറേ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അതിനകത്ത് ഭയങ്കരമായിട്ടും ഹാപ്പിയാണ്. എനിക്കിതുവരെ നടന്നിട്ടുള്ളതും എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളതും എല്ലാത്തിനകത്തും ഞാൻ ഹാപ്പിയാണ്. അപ്പം അത് എനിക്കൊരു ഭയങ്കര കാര്യം ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം എനിക്ക് ദൈവം എക്സ്ട്രാ തന്നൊരു ബോണസാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇച്ചിരി സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് അതാണ് വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക. കാരണം കുറച്ച് ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിനകത്ത് എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ദുഃഖവും സന്തോഷവും എല്ലാം. അല്ലെങ്കിൽ നാളെ എല്ലാം കഴിയുമ്പോഴത്തേനും നീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ എനിക്കൊട്ടും താല്പര്യമുള്ള ഒരാളല്ല.
അതുകൊണ്ട് തന്നെ എല്ലാം കിട്ടിയതൊക്കെ ബോണസാണ്. ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒട്ടും, അതായത് ലൈഫിൽ ഒരു രീതിയിലും അവർക്ക് എന്താണ് ജീവിക്കാൻ ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും എനിക്ക് സഹായിക്കണം എന്നാഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പുകളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഫിനാൻഷ്യലി ആയാലും അല്ലാതെ മെൻ്റലി ആയാലും സപ്പോർട്ടിനായാലും, അല്ലെങ്കിൽ ഇതിപ്പോൾ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ അതും നിൽക്കാറുണ്ട്. ഞാനങ്ങനെ എന്താ പറയണേ, എൻ്റെ ഒരു മനസ്സാക്ഷിയിൽ ശരിയെന്ന് തോന്നുന്നൊരു കാര്യം അതിന് ആരായാലും ഞാൻ ചെയ്തിരിക്കും. അവർക്കത് വേണം എന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. അപ്പം എൻ്റെ ഒരു വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് ആൾക്കാരെയൊക്കെ സഹായിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സഹായിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. നന്മ മരം തന്നെ കളിയാക്കുന്നു. എന്നാൽ പിന്നെ മറ്റേ ട്യൂണും കൂടെ ഇട്. ഞാൻ മറന്നുപോയി. ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. അതെ, ഇത്രേ ഉള്ളൂ. ഇവിടെ ഇരിക്കുകയാണോ? ഇനിയും വേണോ? ഇല്ല, ക്വസ്റ്റ്യൻസ് തീർന്നു. അതെ, നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെ തീർന്നു. അതെ. അമ്മേനെ കുറിച്ച് കുറെ കൂടെ അറിയാൻ പറ്റി. നമുക്കറിയുന്ന കുറേ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ അറിഞ്ഞ്. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുക. വൈൻഡിങ് അപ്പ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊന്നും വിചാരിച്ചുള്ള ഒരാളേ അല്ല. ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ 2020-ലാണോ 22-ലാണോ ഞാൻ യൂട്യൂബ് 22-ലാന്ന് തോന്നുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞാനിത് ഓപ്പൺ ചെയ്തതാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ പേടിച്ചിരുന്നിട്ടാണ് ഞാൻ ഇത്ര നാൾ ഇതൊന്നും ചെയ്യാതിരുന്നത്. അപ്പം ഇതിനകത്തൊക്കെ എല്ലാവരും ഇങ്ങനെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോഴത്തേന് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇതിനകത്തുനിന്ന് പൈസ ഇട്ടിട്ട് വേണം അത് നേടാൻ ഇത് നേടാൻ എന്നൊക്കെ പറയാം. പക്ഷേ ഞാനിവിടെ പറയുകയാണ്, ഈ യൂട്യൂബിനകത്തു നിന്ന് എനിക്ക് 1 രൂപയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എനിക്ക് മാത്രമായിട്ട് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യില്ല. അതിനകത്ത് അർഹതപ്പെട്ട ആൾക്കാർക്ക് എന്തായാലും ഞാനത് കൊടുക്കും. അത് ഈവൻ എനിക്കറിയാവുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എനിക്കറിയില്ല ഇത് എത്രത്തോളം അങ്ങോട്ട് സക്സസ് ആയി പോകും എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ദച്ചു എൻ്റെ അവന്തി പറയേ? പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ട്? അമ്മ ഇതിൽ നിന്ന് എന്ത് കിട്ടിയാലും അമ്മ വേറൊരാളെ ഹെൽപ്പ് ചെയ്യത്തതേ ഉള്ളൂ. ലൈക്ക് എന്തുവരുന്ന വാക്ക്, അർഹതപ്പെട്ടവർക്ക് ലൈക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെ അമ്മ പറഞ്ഞിട്ടുള്ളത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇതിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്മ യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരാം. ടൈമിൻ്റെ ഇഷ്യൂ, ഇവരങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഉള്ള കണ്ടൻറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പം ഇവിടെ നിർത്തുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം see you guys. Bloom.